ഇപ്പൊ തന്നെ പണി കൊടുക്കാം. ആ ഹലോ. അയ്യോ അവന്റെ പ്രേതം എന്നാ വരുന്നത്? ആ ചേച്ചി ഇപ്പൊ എന്താ പറഞ്ഞേ? ഇന്നിവിടെ പ്രേതം വരുമെന്നല്ലേ? ശരിക്കും വരുമോ? ആർക്കറിയാം. അങ്കിളെന്താ ഈ കോലത്തി? ആർക്കറിയാം. അതെ, ഇത് കയ്യിലിരിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല. ഇതെന്താ ഇത്? ഇതൊരു യന്ത്രം. യന്ത്രോ? എന്തെന്ത്രോ? കുടിയൊഴിപ്പിക്കൽ യന്ത്രം. ഒരുത്തനെ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിച്ച് വിടേണ്ടതായിട്ടുണ്ട്. അധികം ഒന്നും പറയാൻ ഇപ്പോൾ നിർവാഹമില്ല. ഓം ചാമുണ്ഡേശ്വരി നമഃ. അങ്കിൾ ആ പ്രേതത്തെ ഒഴിപ്പിക്കുന്ന കാര്യമല്ലേ പറഞ്ഞു? നമ്മൾ ഇനി എവിടെ കിടക്കും? എനിക്ക് ആലോചിച്ചിട്ട് ഒറ്റ ഐഡിയ തോന്നുന്നുള്ളൂ. എന്ത് വഴിയാ? നമുക്ക് ഹാളിൽ കിടക്കാം. അപ്പൊ പ്രേതം ഹാളിലോട്ട് വരത്തില്ലേ? ആന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. നമുക്ക് തൽക്കാലം പോയി ആ റൂമിൽ നിന്ന് പുതപ്പെടുത്താലോ? അത് വേണോ? വാ ഇങ്ങട്. ഈശ്വരാ. പറഞ്ഞത് ഇത് താൻ ബോണസ്. ബോണസ്. ഈശ്വരാ, ജീവനൊക്കെ ഉണ്ടോ? നാളെ എനിക്ക് പണിയാന്നുണ്ടിരിക്കും. നിന്റെ അടുത്ത് ഞാൻ പിള്ളേരെ പീഡിപ്പിക്കാനല്ലേ പറഞ്ഞത്? അയ്യോ, പിള്ളേരെ ഞാൻ റൂമിൽ ഒരു വിധം പൂട്ടിയിട്ടുണ്ട്. താഴത്തെ റൂമില്. അങ്ങോട്ട്. ഈശ്വര, ജീവൻ ഉണ്ടായാൽ മതിയായിരുന്നു. ഭാഗ്യം ചത്തിട്ടില്ല. അവന്റെ ഒരു കാര്യം എന്തെങ്കിലും കടപ്പം വാങ്ങി വീണു. ഇതാരാടേ? ഇത് പവി. ആരായിരിക്കും? പവിയോ? നീ എന്തേ ബോധം കിട്ടി വീണതാ. കാര്യാക്കണ്ട. അയ്യോ, മുട്ടായിരിക്കും. ഇവനെ കണ്ട പ്രശ്നമാവത്തില്ലേ? നീ എന്താ ഈ കോലത്തിലെന്താ? അവന്തിക്ക് ഒരു ആവശ്യം വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ കോലം കിട്ടി വന്നു. നിനക്ക് ഇവനെ കൊണ്ട് എന്താ ആവശ്യം? നിനക്ക് ഇവനെ കൊണ്ട് എന്താ ആവശ്യം? ആ പെൺപിള്ളേരെ ഒഴിവാക്കാൻ ഒരു വഴി വേണ്ടേ? അതിന് ഞാനൊരു ഹെൽപ്പ് ചോദിച്ചത്. അവൻ എന്നെ ഹെൽപ്പ് ചെയ്തതിന്റെ കോലമായി കാണുന്നേ. അത് ഇങ്ങനെയാണോ ചെയ്യിപ്പിക്കണ്ടേ? ഇവൻ ഈ കോലം കെട്ടിച്ചത് ഭയങ്കര മോശമായിപ്പ്. എടാ, നിനക്കെങ്കിലും കുറച്ച് ബോധം വേണ്ടടാ. ഞാനൊരു ഹെൽപ്പ് ചോദിച്ചു. അപ്പൊ എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു പാലമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ. അപ്പൊ ഞാൻ വിഷം കെട്ടിക്കൊണ്ടു. നല്ല പാലമായിട്ടുണ്ട് എന്തായാലും. അല്ലെ ഇവരെ ഒരു വഴി പറഞ്ഞു അവൾ ഒഴിപ്പിക്കാനായിട്ട്. എനിക്ക് വഴിയൊന്നും കിട്ടണില്ല. ചൂടായതുകൊണ്ടല്ല മോളെ. അതെ, ഞാൻ മറ്റേ പവിയിലെ ശല്യം ഒഴിക്കാൻ വേണ്ടിട്ട് മന്ത്രവാദി പറഞ്ഞനുസരിച്ച് ഒരു പൂജ ചെയ്തോണ്ട് വരായിരുന്നേ. എന്തിനു പൂജ? അത് പറയട്ടടി. അതിന്റെ ഇടയ്ക്ക് ഒരു ഗന്ധർവം വന്ന് പ്രത്യക്ഷപ്പെട്ട് എന്റെ പൂജ ഇല്ലാതാക്കി അലങ്കോലമാക്കി.